ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഇവിടെ പുതിയതായിട്ട് ഒരു ഇമെയിൽ അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ജിമെയിലാണ്. ജിമെയിൽ എന്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ജിമെയിലിന് ഒത്തിരി സർവീസുകളുണ്ട്. ഈ സർവീസുകളെല്ലാം നമ്മളുടെ ഒരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജിമെയിലും ഈ സർവീസും എല്ലാം ഓൺ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ എന്നുള്ള കമ്പനിയാണ്. ഗൂഗിൾ തരുന്ന ഒരു ഇമെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ മെയിൻ സ്ക്രീനിലാണ്. എങ്ങനെയാണ് നമുക്കിവിടെ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനേജ് ഫോർ അവർ ബിസിനസ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് അത് വേണ്ട, ആവശ്യമില്ലാത്തതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അത് ഫോർ മൈ ചൈൽഡ് എന്നുള്ളതാണ്. ഇപ്പോൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇമെയിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവരുടെ പാരൻസ് തുടങ്ങി കൊടുക്കണം. അതിനുള്ള ഓപ്ഷനാണ് ഇത്. നമുക്ക് അത് നോക്കുന്നില്ല. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫോർ മൈ സെൽഫ് നമുക്ക് വേണ്ടി തുടങ്ങാനുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ ആദ്യം ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ലാസ്റ്റ് നെയിം ബ്ലാങ്ക് ആയിട്ട് വിട്ടത് കൊണ്ടിട്ടാണ്. പിന്നെ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫോൺ നമ്പർ ചോദിക്കും. നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു SMS വരും. ആ SMS നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. നമുക്ക് വന്നേക്കുന്ന SMS വന്നേക്കുന്ന ആ ഒരു OTP നമ്മളിപ്പോൾ ഇവിടെ എൻട്രി ചെയ്യുകയാണ്. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ നമ്പർ അവിടെ വരും. പിന്നെ അതിനുശേഷം നമ്മളോട് ചോദിക്കും, ഒരു ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. ഇത് നമുക്ക് ഒരു അക്കൗണ്ട് എപ്പോഴെങ്കിലും റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഇതും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് ജെൻഡറാണ്. അത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന സ്ക്രീനിൽ യെസ് ഐ ആം ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ തന്നെ പ്രൈവസി പോളിസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. നമ്മൾ എഗ്രി ചെയ്യുന്നു. നമ്മുടെ മെയിൻ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ വർക്ക് സ്പേസ് ഈ കാണുന്നതാണ് നമ്മുടെ ഇമെയിൽ അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസ്. ആദ്യമായിട്ട് അവരുടെ ഒരു മെയിൽ, ഗൂഗിളിൻ്റെ തന്നെ ഒരു മെയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ യൂസർ നെയിം വെച്ചിട്ടാണ് പറയുന്നത്. ത്രിക്കൂസ് ഫിനിഷ് സെറ്റിംഗ് അപ്പ് ന്യൂ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അത് വരും. അതിനുശേഷം ഈ കാണിക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നുള്ള ഒരു ഇതാണ്, ഇൻഡിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ മീറ്റ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സൈൻ ഔട്ട് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതെല്ലാമാണ് ഗൂഗിളിൻ്റെ ഓരോ സർവീസുകളാണ്. ഈ നമ്മളുടെ ഈ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇത്രയും സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയും താഴോട്ടുണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ട്. അതിൻ്റെ എല്ലാം നമുക്ക് വരും വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഇത് നമ്മുടെ വീണ്ടും ഇൻബോക്സിൽ വന്നേക്കുന്നു. ആ സൈഡിലുള്ള നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ ഓപ്ഷൻസൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. നമ്മൾ നോക്കിയതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കുള്ള സെൻഡ് ഐറ്റംസ്, നമ്മൾ അയക്കുന്ന മെയിലെല്ലാം വന്ന് സ്റ്റോർ ചെയ്യണത് സെൻഡ് ഐറ്റംസിലാണ്. എൻ്റെ താഴെ ഉള്ള ഓപ്ഷൻസിൽ
സ്പാം ഫോൾഡേഴ്സ് ഉണ്ട്, ഓൾ മെയിൽസ് ഉണ്ട്, ബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ട്രാഷ് ബിന്നാണ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസ് എല്ലാം വന്ന് മെയിലെല്ലാം വന്ന് സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ്. നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെയിലിലോട്ട് കയറ്റി ഇടാൻ പറ്റും. പിന്നെ ഓൾ മെയിൽസ്, ഇത് മീറ്റിൻ്റെ ഡീറ്റെയിൽ ആണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം കാണുന്ന വിൻഡോ ഇതാണ്. ഇതിൻ്റെ അകത്തിന് ബാക്കി ഉള്ള ഓപ്ഷൻസ് നമുക്ക് വരും വീഡിയോകളിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.